ഭാരതത്തിന്റെ ചരിത്രം ഹിമാലയത്തോളം പഴക്കമുള്ളതല്ല എന്ന് ശാസ്ത്രം പറയുമ്പോൾ തന്നെ ഹിമാലയത്തേക്കാൾ മൂന്നിരട്ടി പ്രായമുള്ള ആരവല്ലി മലനിരകൾ ഇന്ന് മരണശയ്യയിലാണ്. ഒരു വശത്ത് സുപ്രീം കോടതിയുടെ അമ്പരപ്പിക്കുന്ന വിധി മാറ്റങ്ങൾ, മറുവശത്ത് അർണബ് ഗോസ്വാമിയെ പോലെയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ. ഇതിനിടയിൽ ശ്വാസം മുട്ടുന്നത് ഇന്ത്യൻ പരിസ്ഥിതിയുടെ കാവൽ മാലാഖയ്ക്കാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആരവല്ലിയിൽ സംഭവിക്കുന്നത്? കേന്ദ്രവും കോടതിയും തമ്മിലുള്ള ഈ ഒളിച്ചുകളിക്ക് പിന്നിലെ രഹസ്യം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ അധികം സംഭവിക്കാത്ത ചില കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. പരമോന്നത നീതിപീഠം ഒരു വിധി പുറപ്പെടുവിപ്പിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വിധി തടഞ്ഞു വെക്കാനായി കോടതി തന്നെ നിർബന്ധിതമാകുന്നു. നവംബർ 20 പുറപ്പെടുവിച്ച വിധി ഡിസംബർ 29 ജനുവരി 21 വരെ മരവിപ്പിക്കുമ്പോൾ അവിടെ തോറ്റത് നിയമമല്ല, മറിച്ച് ഉയർന്നു വന്ന ജനകീയ പ്രതിഷേധവും മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുമാണ്. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് അനുഭാവം പുലർത്തുന്ന റിപ്പബ്ലിക് ടിവിയും അർണബ് ഗോസ്വാമിയും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട്. ആരവല്ലിയെ കൊന്നത് ആരാണ് എന്ന അർണബിന്റെ ചോദ്യം കേവലം ഒരു ചാനൽ ചർച്ചയല്ല, മറിച്ച് ഭാരതത്തിന്റെ ശ്വാസകോശം മുറിച്ചു മാറ്റുന്നതിനെതിരെയുള്ള ഒരു വിലാപം കൂടിയാണ്. ഈ പോരാട്ടത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആരവല്ലിയെ അറിയണം. നമ്മൾ മലയാളികൾക്ക് പശ്ചിമഘട്ടം ജീവവായു നൽകുന്നത് പോലെയാണ് വടക്കേ ഇന്ത്യക്ക് ആരവല്ലി. എന്നാൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. പശ്ചിമഘട്ടത്തിന് ഏകദേശം 15 കോടി വർഷം പഴക്കമുള്ളപ്പോൾ ആരവല്ലിക്ക് 200 മുതൽ 300 കോടി വരെ വർഷം പഴക്കമുണ്ട്. അതായത് ഭൂമിയിൽ ജീവൻ പോലും മുളപൊട്ടുന്നതിനും മുമ്പേ രൂപപ്പെട്ടതാണ് ഈ ശിലാനിരകൾ. പ്രകൃതിയുടെ വൻമതിൽ എന്നും പറയാം. ഗുജറാത്തിൽ തുടങ്ങി രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നിവയിലൂടെ ഏകദേശം 692 കിലോമീറ്റർ നീളത്തിലാണ് ഈ പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. താർ മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റും പൊടിപടലങ്ങളും വടക്കൻ സമതലങ്ങളിലേക്ക് കടക്കാതെ തടയുന്ന ഒരു സ്വാഭാവിക മതിലാണിത്. ആരവല്ലി ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയും ഹരിയാനയും ഇന്ന് മരുഭൂമിയായി മാറുമായിരുന്നു. നൂറുകണക്കിന് വന്യജീവി വർഗങ്ങളുടെയും അപൂർവ സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. പുള്ളിപ്പുലികൾ, നീലഗായികൾ, കടുവകൾ എന്നിവ ഈ മലനിരകളിലെ കാടുകളിൽ സ്വൈര്യമായി വിഹരിക്കുന്നു. എന്നാൽ ഇന്ന് അവിടെ വിഹരിക്കുന്നത് JCBകളും ഖനന മാഫിയകളുമാണ്. എന്തുകൊണ്ടാണ് നവംബർ 20 സുപ്രീം കോടതി വിധി ഇത്ര വലിയ വിവാദമായത് എന്ന് പറയാം. കാലങ്ങളായി സുപ്രീം കോടതി സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ഈ വിധിയിൽ കണ്ടത്. ആരവല്ലിയിലെ ചില പ്രധാന മേഖലകളിൽ ഖനനത്തിന് ഇളവുകൾ നൽകിക്കൊണ്ടുള്ള സൂചനകൾ ഈ വിധിയിലുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ ചില സാങ്കേതികതകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണം ശക്തമാണ്. പരിസ്ഥിതി മന്ത്രാലയം നൽകിയ ക്ലിയറൻസ് റിപ്പോർട്ടുകൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നാണ് പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് അർണബ് ഗോസ്വാമിയുടെ പ്രസക്തി. അദ്ദേഹം ഈ വിഷയത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചാനൽ ചർച്ചകളിൽ വിചാരണ ചെയ്യുകയും ചെയ്തു. അർണബ് ഗോസ്വാമിയുടെ രണ്ടാം മുഖത്തെക്കുറിച്ച് പറയാം. റിപ്പബ്ലിക് ടിവിയിലെ ചർച്ചകളിൽ അർണബ് ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയായിരുന്നു. എന്തിനാണ് ആരവല്ലിയെ നശിപ്പിക്കാൻ നിങ്ങൾ ഇത്ര ധൃതി കാണിക്കുന്നത്? വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ വിറ്റുതുലയ്ക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? സുപ്രീം കോടതിയെ തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ഈ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. സാധാരണയായി പ്രതിപക്ഷം ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ ഒരു ദേശീയ മാധ്യമത്തിന്റെ അമരക്കാരൻ ഉന്നയിക്കുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇത് കേവലം റേറ്റിംഗിന് വേണ്ടിയുള്ള നാടകമല്ലെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയതോടെയാണ് സുപ്രീം കോടതിക്ക് മേൽ സമ്മർദ്ദമുണ്ടായത്. തന്റെ നയം തിരുത്താൻ കോടതി നിർബന്ധിതമായി. ആരവല്ലിയിലെ ഖനനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലോകപ്രസിദ്ധമായ താജ്മഹൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച വെണ്ണക്കല്ലുകൾ വന്നത് എവിടെ നിന്നാണെന്നറിയാമോ? രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നാണ്. അന്നത് പരിമിതമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. എന്തൊക്കെയാണ് ഇവിടെ ഖനനം ചെയ്യുന്നത് എന്ന് നോക്കാം. മാർബിൾ. ലോകത്തിലെ ഏറ്റവും മികച്ച മാർബിളുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഗ്രാനൈറ്റ്. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ വലിയൊരു പങ്ക് ഇവിടെ നിന്നുമാണ്. മണൽക്കല്ല്. ഡൽഹിയിലെ പ്രധാന നിർമ്മാണങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ധാതുക്കൾ. സിലിക്ക, ക്വാർട്സ് തുടങ്ങിയ വ്യവസായങ്ങൾക്ക് ആവശ്യമായ ധാതുക്കൾ. ഈ വിഭവങ്ങൾക്കായി ഖനന മാഫിയകൾ മലകളെ പിച്ച് ചീന്തുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയാൽ കാണാം, ഒരു കാലത്ത് തലയുയർത്തി നിന്നിരുന്ന കുന്നുകൾ ഇന്ന് വലിയ കുഴികളായി മാറിയിരിക്കുകയാണ്. ഹരിയാനയിൽ മാത്രം 31ഓളം കുന്നുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒരു കുന്നിനെ ഇല്ലാതാക്കാൻ മനുഷ്യന് ദിവസങ്ങൾ മാത്രം മതി. പക്ഷെ അത് രൂപപ്പെടുത്താൻ കോടിക്കണക്കിന് വർഷങ്ങൾ വേണം. നൽകുന്നതും അതിൽ നിന്നുള്ള റോയൽറ്റി സ്വീകരിക്കുന്നതും സംസ്ഥാന സർക്കാരുകളുമാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും മാറി മാറി വന്ന സർക്കാരുകൾ ഖനന മാഫിയയ്ക്ക് ഒത്താശ ചെയ്തിട്ടുണ്ട്. ഖനനത്തിൽ നിന്നും ലഭിക്കുന്ന കോടികളുടെ ലാഭം രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകളിലേക്ക് ഒഴുകുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. കേന്ദ്ര സർക്കാർ പരിസ്ഥിതി അനുമതി നൽകുന്നതിലാണ് ഇടപെടുന്നത്.
BJP ഭരിക്കുന്ന ഹരിയാനയിലും മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇപ്പോൾ BJP ഭരിക്കുന്നതുമായ രാജസ്ഥാനിലും ആരവല്ലിയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം പഴിചാരുമ്പോഴും യഥാർത്ഥത്തിൽ അവർ ഖനന ലോബിക്കൊപ്പമാണ് എന്ന വസ്തുത അർണാബിനെ പോലെയുള്ളവർ വിളിച്ചു പറഞ്ഞതാണ് ഇപ്പോൾ വിവാദം കത്തിപ്പടരാനുള്ള കാരണം. അതായത് ഇവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ എല്ലാവരും കൈയിട്ട് വാരുന്നുണ്ട് എന്ന് സാരം. ഡൽഹിയിലെ വായുമലിനീകരണം ലോക പ്രസിദ്ധമാണ്. തണുപ്പുകാലത്ത് ഡൽഹി ഒരു ഗ്യാസ് ചേംബറായി മാറുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആരവല്ലിയുടെ നാശമാണ്. സ്വാഭാവികമായി തടസ്സം എന്ന് പറയുന്നത് ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ആരവല്ലി മലനിരകൾ മരുഭൂമിയിൽ നിന്നുള്ള പൊടിയെ തടഞ്ഞു നിർത്തിയിരുന്നു. മലകൾ ഇടിച്ചു നിരത്തിയതോടെ ഈ പൊടി നേരിട്ട് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നു. കാടുകൾ ഇല്ലാതായതോടെ വായു ശുദ്ധീകരിക്കാനുള്ള സംവിധാനവും നിലച്ചു. ഇനി ഭൂഗർഭജലത്തിലേക്ക് വന്നാലോ, ഖനനം മൂലം ഭൂമിയുടെ അടിത്തട്ടിലെ ജലസ്രോതസ്സുകൾ തകർന്നു കഴിഞ്ഞു. ഇത് കൃഷിയെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുന്നു. ഡൽഹിയിലെ ജനങ്ങൾ ശ്വാസം മുട്ടുമ്പോൾ അതിന്റെ കാരണം ആരവല്ലിയിൽ നടക്കുന്ന JCB ശബ്ദങ്ങളിലാണെന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? 2019 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിക്ക് ചുറ്റും വനം നിർമ്മിച്ച മാതൃകയിൽ ആരവല്ലിക്ക് ചുറ്റും 1400 കിലോമീറ്റർ നീളത്തിൽ ഒരു വലിയ വനം നിർമ്മിക്കുക. ഇതിനായി കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചു. അപ്പോൾ എവിടെയാണ് പിഴച്ചത്? ഒരു വശത്ത് വനവൽക്കരണം പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് അതേ മലനിരകൾ ഖനനത്തിന് ഇളവ് നൽകുന്നു. ഈ വൈരുദ്ധ്യമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. വനവൽക്കരണം എന്നത് വെറും ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്നും ഖനന മാഫിയയെ സഹായിക്കാനാണ് ഈ നീക്കമെന്നും വിമർശനം ഉയർന്നു. 1985 മുതൽ ആരവല്ലി കേസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. 2002 നിരോധനം, അതായത് ഹരിയാനയിലെ ആരവല്ലി മേഖലയിൽ ഖനനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി MC മേത്ത നടത്തിയ പോരാട്ടങ്ങൾ ഈ കേസിലെ നിർണായക ഘടകമാണ്. 2024 വിധി എന്താണെന്ന് നോക്കിയാൽ ദശാബ്ദങ്ങളായിട്ടുള്ള നിരോധനങ്ങളിൽ ഇളവ് വരുത്താൻ കോടതി തയ്യാറായതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിട്ടത്. കോടതിക്ക് പോലും ചിലപ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു നവംബർ 20 നടപടി. എന്നാൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിച്ചതോടെ കോടതിക്ക് തന്റെ അന്തസ്സ് വീണ്ടെടുക്കേണ്ടി വന്നു. ഈ വിഷയത്തിൽ നമ്മൾ കാണാത്ത ചില രഹസ്യ അജണ്ടകൾ ഉണ്ടോ? ചില വലിയ കോർപ്പറേറ്റുകൾക്ക് ആരവല്ലിയിലെ ധാതുക്കളിൽ കണ്ണുണ്ടോ? അർണബ് ഗോസ്വാമി കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അധികാര തർക്കങ്ങളുണ്ടോ? ജനുവരി 21 കോടതി വിധി പുറപ്പെടുവിപ്പിക്കുമ്പോൾ അത് ചരിത്രപരമായ ഒരു സംരക്ഷണമാകുമോ, അതോ ഖനനത്തിന് പുതിയ വഴി കൂടി തുറക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. ആരവല്ലി എന്നത് വെറും ഒരു കല്ലും മണ്ണുമല്ല എന്നത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. അത് ഇന്ത്യയുടെ സുരക്ഷാ കവചമാണ്. അത് തകർന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വാസയോഗ്യമല്ലാതായി മാറും. ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. പണം വേണോ അതോ പ്രകൃതി വേണോ? നിലനിൽപ്പ് വേണോ? ഖനനം നിർത്തിയാൽ കെട്ടിട നിർമ്മാണ മേഖല സ്തംഭിക്കും, വില വർദ്ധിക്കും. എന്നാൽ ഖനനം തുടർന്നാൽ നാളെ നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായു ഉണ്ടാവില്ല. ഇതിനിടയിലുള്ള മധ്യമാർഗം എന്താണ്? ആരവല്ലിയിലെ കൊലയാളി ഖനന മാഫിയകളുടെ പ്രവർത്തന രീതി, അർണബ് ഗോസ്വാമിയുടെ ചർച്ചകൾക്ക് പിന്നിലെ കാണാപ്പുറങ്ങൾ, സുപ്രീം കോടതിയിൽ ജനുവരി 21 സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സത്യസന്ധമായി കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലെ ആ ഒരു പൊരുത്തക്കേടുകൾ എന്താണ്? ആരവല്ലിയുടെ രോദനം നിങ്ങൾക്കും കേൾക്കുന്നുണ്ടോ? ഈ പോരാട്ടത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഞാൻ ഉടൻ വരുന്നതാണ്. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.